ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ട്രിപ്പറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഇന്ന് അയർലൻഡിലെ ഡബ്ലിനിലുള്ള കൗണ്ടി മീത്തിൽ നിന്ന് നമ്മൾ ഗ്ലൻഡലോഗ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്കാണ് യാത്ര പോകുന്നത്. ഗ്ലൻഡലോഗ് എന്ന് പറയുന്നത് വിക്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. വിക്ലോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പാർട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ഗ്ലൻഡലോഗ് എന്ന് പറയുന്നത്. നമ്മളങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്ന, നാട്ടിലേക്ക് വണ്ടി ഓടിക്കുന്ന ഒരു കംഫോർട്ടൊക്കെ തിരിച്ചു വരുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലൻഡലോഗിലേക്കാണ് പോകുന്നത്. ഗ്ലൻഡലോഗിലുള്ള റോഡ് ട്രിപ്പിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി റോഡുകളും കാര്യങ്ങളും, ഇവിടുത്തെ ഒരു ട്രാവലിംഗ് സ്റ്റൈൽസൊക്കെ, അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അയർലൻഡിലെ വിൻ്റർ സീസണിന് ശേഷം സമ്മർ സീസൺ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇതുള്ളത്. അപ്പം സൺഷൈനൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളൊരു ലോങ് ടൈമായിട്ട് നമ്മൾ ഈ സൺഷൈൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് കുറച്ച് സൺഷൈനൊക്കെ നല്ലപോലെ കിട്ടാൻ തുടങ്ങി. എൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് എല്ലാവരും ഉള്ളത്. നമ്മൾ മാത്രമല്ല, ഒരുപാട് എല്ലാ ആൾക്കാരും. അപ്പം ഒരു പെട്ടെന്നൊരു ദിവസം ഒരു സൺഷൈനൊക്കെ കിട്ടുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സമ്മർ സ്റ്റാർട്ടായി എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്ന ചില ദിവസങ്ങളുണ്ട്. ആ ഒരു പോയിൻ്റ് മുതൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അവർ ഓരോ ഡെസ്റ്റിനേഷൻസിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ അയർലൻഡിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യുന്നവരുണ്ട്, ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുന്നവരുണ്ട്. കൂടുതൽ യൂറോപ്യൻസും മോസ്റ്റ്ലി എല്ലാവരും യൂറോപ്യൻ കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കൺട്രിയുടെ ഉള്ളിൽ തന്നെയുള്ള പല ഡെസ്റ്റിനേഷൻസും നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാനിത് ആക്ച്വലി ഗ്ലൻഡലോഗ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഒരിക്കലും പോയിട്ടുണ്ട്. അവിടെയുള്ള ലേക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതെനിക്കൊരു വീണ്ടും ഒന്നും കൂടി അങ്ങോട്ട് പോകാൻ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷനാണ് ഗ്ലൻഡലോഗ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നമുക്ക് ഹൈക്കിങ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ട്രെയിൽ വാക്കിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഗ്ലൻഡലോഗ്. പക്ഷേ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊന്നും നമ്മൾ ഇന്ന് പോകാൻ പോകുന്നില്ല. ബിക്കോസ് ഞാൻ ഫാമിലിയായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. ബട്ട് അതിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ആക്ച്വലി ഗ്ലൻഡലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു നല്ല സൺഷൈനുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. കാരണം എപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ സൺഷൈൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 2-3 മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പം മൊത്തം മേഘമെല്ലാം കയറി വന്ന് വീണ്ടും ടെമ്പറേച്ചറൊക്കെ ഡ്രോപ്പായി. അപ്പോൾ നമുക്ക് വീണ്ടും പഴയ ഒരു വിൻ്ററിൻ്റെ ഫീൽ തന്നെ, ബിക്കോസ് അത് ഒരു സമ്മറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണെന്നുള്ളതുകൊണ്ട്. സോ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് പോന്നു. ഓൺ ദ വേയിൽ നമുക്ക് ഒരുപാട് ആളുകൾ റോഡിലുണ്ടായിരുന്നു. അത്യാവശ്യം ട്രാഫിക്, ബിക്കോസ് നമ്മളൊരു വീക്കെൻഡിലാണ് പോകുന്നതെങ്കിലും റോഡിൽ നല്ലപോലെ ആളുകളുണ്ടായിരുന്നു. കാരണം എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൗണ്ടി റോഡുകളിൽ നിന്നാണ് മെയിൻ ഹൈവേയിലോട്ട് വന്നിട്ട്, മെയിൻ ഹൈവേ ത്രൂ ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൗണ്ടി റോഡിലൊരു അറൗണ്ട് ഒരു 60 to 80 km/h കൗണ്ടി റോഡ്സിൽ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മെയിൻ ഹൈവേയിലേക്ക് വരുന്നു. മെയിൻ ഹൈവേയിൽ 100 km/h നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി ഈ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ കൗണ്ടി റോഡുകളിലേക്ക് മാറിയിട്ട് അങ്ങനെയാണ് ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ട്രാക്കിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അയർലൻഡിലെ ഹൈവേസിനെ മോട്ടോർവേസ് എന്നാണ് അറിയപ്പെടുന്നത്. മോട്ടോർവേസിൽ നമുക്ക് 120 km സ്പീഡിൽ വരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ മോട്ടോർവേസ് തന്നെ ചില ലിമിറ്റഡ് ആയിട്ടുള്ള സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടുള്ള മോട്ടോർവേസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ലിമിറ്റ് ചെയ്യപ്പെട്ടുള്ള മോട്ടോർവേ ആണ് M50 എന്ന് പറയുന്ന മോട്ടോർവേ. അപ്പോൾ ഈ മോട്ടോർവേ ഡബ്ലിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകുന്ന ഒരു നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു മോട്ടോർവേ ആണ്. അപ്പോൾ ഈ മോട്ടോർവേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള റോഡുകൾ വന്ന് ഇതിലേക്ക് വന്ന് മെർജ് ചെയ്ത്, ഇതാണൊരു ഔട്ടർ റിംഗ് റോഡ് എന്നൊക്കെ നമ്മൾ ബാംഗ്ലൂരൊക്കെ പറയുന്ന പോലെയുള്ള ഒരു റിംഗ് റോഡ് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പം ടോട്ടലി മെർജ് ചെയ്യുന്ന ട്രാഫിക് ആയിരിക്കും ഇതിലൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മോട്ടോർവേ എപ്പോഴും നല്ല ബിസിയാണ് നമ്മുടെ ബിസി അവേഴ്സിലൊക്കെ. ഇന്നിപ്പം വീക്കെൻഡ് ആയത് കാരണം വലിയ തിരക്കില്ല റോഡിൽ. ബട്ട് 3 ലൈനിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ പോലും അത്യാവശ്യം എപ്പോഴും നല്ല ബിസി ആയിരിക്കും ഈ റോഡ്. അപ്പോൾ 100 km/h എന്ന്
നമുക്ക് റോഡിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മളെപ്പോഴും നോർമലി ട്രാവൽ ചെയ്യുന്നത് മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ ട്രാവൽ ചെയ്യുന്നത് വല്ല 10 കിലോമീറ്റർ 20 km/h ആയിരിക്കും. അപ്പോൾ അതുപോലെ ബിസി ആയ ഒരു റോഡാണ് ബേസിക്കലി ഇത്. ഇന്ന് നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് 100 km/h ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ താമസിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ട്രാവൽ ചെയ്യണം ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക്, അതായത് ഗ്ലൻഡലോഗിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ആ ട്രാവലിൽ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെ ഉണ്ട്, വിക്ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ അയർലൻഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഡബ്ലിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ടെങ്കിൽ പോലും വിക്ലോ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് തോന്നും ഇടുക്കി ജില്ലയാണോ, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ തന്നെ നമ്മൾ പീരുമേടൊക്കെ പോകുമ്പോൾ പോലെയുള്ള മുട്ടക്കുന്നുകളൊക്കെയുള്ള വാഗമണിൻ്റെ ഒരു സ്റ്റൈലിലുള്ള മുട്ടക്കുന്നുകളും അതുപോലെ ചെറിയ വാലി പോയിൻറ്റുകളും അവിടെ ചെറിയ തടാകങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല സീനിക് ആയിട്ടുള്ള കുറേ എന്താ പറയുക ലൊക്കേഷനാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരിക്കലും പോയിട്ടുണ്ട് അവിടെ. അപ്പം അവിടെ നമുക്ക് സാലി ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്, അവിടെ ഞാൻ ഒരിക്കലും ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇനിയും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ പോകാൻ ആഗ്രഹമുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അതിനോട് അടുത്ത് തന്നെയാണ് ഏകദേശം ഈ ഗ്ലൻഡലോഗ് പറഞ്ഞത്. അപ്പം ഈ ഗ്ലൻഡലോഗിൽ നിന്നും ഈ പറഞ്ഞ സാലി ഗ്യാപ്പിലേക്കും വിക്ലോയിലേക്കും പോകാൻ പറ്റും. അവിടെ ഗ്ലൻഡലോഗ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്ത് പോകുന്ന വഴിയിൽ നല്ല സീനിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് എല്ലാം ഉണ്ടെന്നാണ് എനിക്കറിയാവുന്നത്. ബട്ട് എനിക്കതിൽ ട്രക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫുൾ ഡേ വേണ്ടി വരും ആക്ച്വലി. അപ്പോൾ നമ്മൾ ശരിക്കും ട്രക്ക് ചെയ്യുന്നില്ല, നമ്മളിതിൻ്റെ വാലി പോയിൻറ്റിൽ പോവാതെ നമ്മളിതിൻ്റെ അപ്പർ ലേക്ക് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ വരെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും, അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ വരെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ പറഞ്ഞ വാലി പോയിൻറ്റ്സ് ആയിട്ടുള്ള, അതായത് അവിടെ ഒരു തടാകമുണ്ട്, ആ തടാകത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോകാനും, പിന്നെ നമ്മളവിടെ ഇപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് പോകുന്നത്, അപ്പോൾ അവർക്കൊന്ന് ഇരിക്കാനും കളിക്കാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. കാരണം വെതർ ഓക്കെ ആയത് കാരണം നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റോഡ് എന്തായാലും ക്ലിയർ ആയിട്ട് ഇരിക്കുന്നു, നമുക്ക് കംഫർട്ടബിളായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് ചെല്ലും തോറും ഈ റോഡിൽ നിന്ന് നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ചെറിയ വീതി കുറഞ്ഞ റോഡിലേക്ക് ഇറങ്ങണം. അപ്പോൾ ആ റോഡിൽ കൂടെയുള്ള എൻ്റെ ഒരു മെമ്മറി എന്ന് പറയുകയാണെങ്കിൽ ആ റോഡിലെ ട്രാവൽ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമ്മൾ ഇടുക്കി ജില്ലയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലാണ് ശരിക്കും ഉള്ളത്. നല്ല വളഞ്ഞു പുളഞ്ഞ റോഡുകളും നല്ല കയറ്റമുള്ള റോഡുകളും കുത്തനെ ഇറക്കങ്ങളും ഒക്കെ ആയിട്ട് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ടെറൈനാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ജീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വികാരമാണ്. എനിക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അയർലൻഡ് വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ഹാച്ച് ബാക്ക് ആയിരുന്നു. അപ്പോൾ ആ ഹാച്ച് ബാക്കിൽ നിന്ന് മാറി ഞാനൊരു ജീപ്പിലേക്ക്, ഇവിടെ ജീപ്പ് എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിലെ SUVs. അപ്പോൾ ജീപ്പ് ലെവലിലുള്ള ഒരു വെഹിക്കിൾ ഞാൻ വാങ്ങിയതിന് ശേഷം എനിക്ക് ഇതുപോലുള്ള ഡെസ്റ്റിനേഷനിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഞാൻ ആ ഒരു SUV ഡ്രൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജീപ്പ് പോലുള്ളൊരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു കംഫോർട്ടൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീല് അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ്. നമുക്ക് അല്ലെങ്കിൽ നോർമലി ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയണേ ലെവൽ റോഡ്സാണ്. നമുക്ക് അത്രയ്ക്ക് വലിയ കയറ്റങ്ങളൊന്നുമില്ല. ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കയറ്റങ്ങളൊക്കെ ഉള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ നമുക്ക് പോകുമ്പം നമുക്ക് ആ ട്രാവലിൻ്റെ ഒരു ഫീല് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാക്ട്ലി നമ്മൾ ആ യൂസ് ചെയ്യുന്ന വണ്ടി നമുക്ക് നല്ലപോലെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെറൈനും കൂടെ അങ്ങനെ ആയിരിക്കണം. കുറച്ച് ഹില്ലി ആയിട്ടുള്ളതും വളഞ്ഞതും നല്ല ഡീപ്പായിട്ടുള്ള ഇറക്കങ്ങളൊക്കെയുള്ള അതുപോലുള്ള റോഡുകളൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നാട്ടിൽ ഓഫ് റോഡ് എന്നൊക്കെ നമ്മൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ ഓഫ് റോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്, ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. സോ നമ്മൾ ഇതുപോലത്തെ ഡ്രൈവുകളിലൊക്കെയാണ് നമ്മൾ ആ വെഹിക്കിളിന് അത്യാവശ്യം ഒന്ന് അറിയുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ സസ്പെൻഷൻ പോലും ഒന്ന് പ്രോപ്പർലി അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത് ഇതുപോലുള്ള ഹിൽ സ്റ്റേഷനിലോട്ടൊക്കെ ഡ്രൈവ് പോകുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു ഫീല് പോലും കിട്ടുന്നത്. ഇത് ഇൻഡെപ്തിൽ നമ്മൾ ആ വണ്ടീനെയൊക്കെ അങ്ങനെ എന്താ പറയണേ ഫീൽ ചെയ്യുന്ന ആളുകൾക്കാണത് മനസ്സിലാകത്തുള്ളൂ. ബട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഡെസ്റ്റിനേഷൻസിലേക്കൊക്കെ ഉള്ള ട്രാവലിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടുത്തെ ലൊക്കേഷനേക്കാളും കൂടുതൽ എനിക്ക് ആ ഡ്രൈവ് ആയിരിക്കും
ഞാൻ കൂടുതൽ ആസ്വദിക്കാറുള്ളത്. നമ്മൾ ഏകദേശം മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലേക്ക് വന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സ്പീഡ് കുറഞ്ഞ റോഡിലൂടെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു ഫൺ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അപ്പോൾ അങ്ങോട്ടുള്ള റോഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ റോഡുകൾ പോലെയൊക്കെ തന്നെ ഉണ്ടാവും. റോഡിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഒക്കെ വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളൊക്കെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ഒരു ഇൻഡിവിജ്വൽ വീടും അതിനൊരു കോമ്പൗണ്ടും ഒക്കെ ഉള്ള രീതിയിലാണ്. ബട്ട് കുറച്ചും കൂടെ എവിടെ നോക്കിയാലും ഭയങ്കര പച്ചപ്പാണ് കാണുന്നത്. നല്ല ഭംഗിയാണ് ഈ യാത്രയിൽ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും. പിന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകും തോറും ഇനിയിപ്പോൾ നമ്മൾ റോഡ് ഏകദേശം ഭയങ്കര ഹിൽ സ്റ്റേഷനിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മലകളും കുന്നുകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ ഒരു റൂട്ടിൽ തന്നെ. പിന്നെ ഇവിടെ മലകളുടെയൊക്കെ മുകളിലൊക്കെ ഒരു പ്രത്യേക തരം പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ലപോലെ സൺഷൈൻ കിട്ടുന്ന ഭാഗങ്ങളായത് കാരണം അതെല്ലാം നല്ലപോലെ പൂത്ത് നല്ല മഞ്ഞ കളറിൽ നല്ല പൂക്കളായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് എപ്പോഴും ഈ റോഡിൽ കൂടെയുള്ള ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് ഒന്നും രണ്ടൊന്നും അല്ല, അത് ഒരുപാട് നമ്മുടെ നാട്ടിലെ നീലക്കുറിഞ്ഞികളൊക്കെ പൂക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു മഞ്ഞ കളറിലുള്ളൊരു പൂവാണ് ഉണ്ടാകുന്നത്. അത് ആ പൂവ് മാത്രം നല്ല ഇതാണ്, പക്ഷേ എൻ്റെ ചെടി ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിന് ഒരുപാട് മുള്ളുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അടുത്തോട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കയ്യോ കാലോ ഒക്കെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ മുള്ളുകളും 1-2 മുള്ളുകളും നല്ല നിറയെ മുള്ളുകളാണ് അതിന്. അപ്പോൾ ഇതൊരു എന്തോ കാട്ടുചെടിയാണ്, നമ്മുടെ നാട്ടിൽ കാട്ടുചെടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചെടിയാണ്. പക്ഷേ ഇത് ഒരുപാടെണ്ണം ഒരുമിച്ച് പൂത്ത് നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ നമുക്ക് റോഡിൻ്റെ വലതുവശവും ഇടതുവശവും മലകളുടെ മുകളിലും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഈ മഞ്ഞ പൂക്കൾ നിറയെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. അത് വളരെ നല്ല ഭംഗിയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ.
ഇതുപോലെയുള്ള ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫുഡ് കഴിക്കാനും അതുപോലെ ഡ്രിങ്ക്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പെട്രോൾ പമ്പുകളാണ് ഇവിടെ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ നമുക്ക് ഹോട്ട് ഫുഡും അവൈലബിൾ ആണ്. എല്ലായിടത്തും ഇല്ലെങ്കിലും മെജോറിറ്റി പമ്പുകളിൽ നമുക്ക് ഹോട്ട് ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒപ്പം തന്നെ ചിലപ്പോൾ ഒരു റെസ്റ്റിംഗ് സ്റ്റേഷനും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് ഫുഡ് വാങ്ങി അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോരാനുള്ള ഫെസിലിറ്റീസും കാണും. ഇവിടെ നോർമലി സെർവ് ചെയ്യുന്ന ഫുഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ചസും റോൾസും റാപ്സും ഒക്കെയാണ്. അതുപോലെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഫുഡുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ കോഫി മെഷീൻ എല്ലായിടത്തും ഉണ്ടായിരിക്കും. സെൽഫ് സർവീസാണ്. നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് കോഫി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പല വെറൈറ്റി എന്താ പറയുക ഫ്ലേവേഴ്സിലുള്ള കോഫീസൊക്കെ നമുക്കിവിടെ റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ്സ് കിട്ടും. അങ്ങനെ വൈഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ പറഞ്ഞ റെസ്റ്റിംഗ് സ്പോട്ട്സ് നമ്മൾ ഹൈവേയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഹൈവേയുടെ സൈഡിലും ഉണ്ട്. നമുക്ക് എക്സിറ്റ് എടുത്ത് റെസ്റ്റിംഗ് സ്പോട്ടിലേക്ക് പോയി അവിടെ ചെന്ന് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ളവരൊക്കെയാണെങ്കിൽ വെഹിക്കിൾ ചാർജ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഫുഡ് കഴിക്കുകയും. അപ്പോൾ അവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ഫുഡ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും അവിടെ. ഇപ്പോൾ പറയുകയാണെങ്കിൽ മാക്ഡൊണാൾഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബർഗർ കിങ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പപ്പ ജോൺസ്, അങ്ങനെ പല ഈവൻ പിസ്സ ഹട്ടൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഫുഡ് എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ ചൂസ് ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഇപ്പോൾ വെഹിക്കിൾ ചാർജ് ചെയ്യാനാണ് വെഹിക്കിളൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചു വരും. ഇപ്പോൾ അല്ല ഫ്യൂവൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ആ മെയിൻ റോഡിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ കണ്ടിന്യൂ ചെയ്യാനുള്ള രീതിയിലാണ് ഇവിടെ ഹൈവേസിലെല്ലാം പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കൗണ്ടി റോഡുകളൊക്കെ ആയത് കാരണം ഈ റോഡുകളുടെ സൈഡിലൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാറിൽ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ ചെറിയ ഷോപ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഫുഡ് സെർവ് ചെയ്യുന്നു, നമ്മളത് വാങ്ങിയിട്ട് വന്നിട്ട് ടേക്ക് അവേ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനുള്ള ഒരു സൗകര്യം കുറവായിരിക്കും ഇങ്ങനെയുള്ള ചെറിയ ഇതിൽ പോകുമ്പോൾ. ബട്ട് എപ്പോഴും ഞങ്ങൾ ഹോട്ട് ഫുഡാണ് പ്രിഫർ ചെയ്യാറ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫുഡ് എപ്പോഴും തണുത്തു പോകും. ഇവിടുത്തെ ഒരു വെതർ അനുസരിച്ച് എപ്പോഴും ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ബിറ്റ്വീൻ ഒരു 7 and 14 ഉള്ളിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കെപ്പോഴും ഒരു ഹോട്ട് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കും. സോ ഞങ്ങളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൽ തന്നെയാണ്. ബട്ട് ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഞങ്ങളതാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ഗ്ലൻഡലോഗ് വാലി പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ വാലി പോയിന്റിൽ നിന്നാണ് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ട്രെക്കിംഗ് റൂട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഈ ട്രെക്കിങ്ങിന് പോകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വാക്കിംഗ് സ്റ്റിക്കൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര ക്യൂ ആണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പം നമ്മൾ അവിടുന്ന്
കുറച്ചും കൂടി മുന്നിലോട്ട് വന്നിട്ട് ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് പോരുകയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പാർക്കിംഗ് ഞങ്ങൾക്ക് ലേക്കിൻ്റെ അവിടെ കിട്ടാനും നല്ല ഡിഫിക്കൽട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ നല്ല ഒരു വെതറാണെങ്കിൽ ലേക്കിൻ്റെ അവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ടഫായിരിക്കും. കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ലേക്കിൻ്റെ അവിടെ. അവിടെ വലിയൊരു ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ ഒരു സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് വരും അങ്ങോട്ടേക്ക് ഡയറക്റ്റ്. ഇപ്പോൾ ഈ ഫാമിലീസ് അങ്ങോട്ടേക്കായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ ട്രക്ക് ചെയ്ത് ഈ ലോവർ പോയിന്റിൽ നിന്ന് തന്നെ ട്രക്ക് ചെയ്ത് കറങ്ങി അവരൊരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് ഈ ലേക്കിൻ്റെ അവിടെ വരും. അല്ലാത്ത ആളുകൾ ഡയറക്റ്റ് ലേക്കിലേക്ക് വണ്ടി ഓടിച്ച് പോകും. അത് ലേക്കിലേക്ക് പോകുന്ന വഴി തീരെ ചെറിയ വഴി, ഇടുങ്ങിയ വഴി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ട്രഗിൾ ചെയ്യും സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വലിയ വണ്ടിയാണെങ്കിൽ, സാധാരണ വണ്ടികൾ കുഴപ്പമില്ല, കുറച്ച് വലിയ വണ്ടി എന്തെങ്കിലും ട്രക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെറിയ വീതി കുറഞ്ഞൊരു വഴിയാണ്. അപ്പോൾ ആ വഴി ചെന്നിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പാർക്കിങ്ങിന് ഫീ ഉണ്ട്. നമ്മൾ €5 ഫീ കൊടുക്കണം. €5 ഫീ നമുക്ക് ഫുൾ ഡേയിലേക്കുള്ള ഫീ ആണ്. കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകാം. അവിടെ ചെറിയ ഫുഡ് സെർവ് ചെയ്യുന്ന ചെറിയ ചെറിയ ഫുഡ് ട്രക്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഇടയിലൊന്നും ഫുഡ് കഴിക്കാൻ നിർത്താതിരുന്നുകൊണ്ട്. സോ അവിടുന്ന് ഹോട്ട് ഫുഡ് എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കണം. പക്ഷേ വെതർ കുറച്ച് മോശമായി തുടങ്ങിയിട്ടുണ്ട്. വെതർ കുറച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡബ്ലിനിൽ നിന്ന് പോകുന്നപ്പോൾ നല്ല സൺഷൈനും കൊണ്ടാണ് പോകുന്നതെങ്കിലും ഇങ്ങോട്ട് എത്തും തോറും വെതർ മോശമായി തണുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് തണുപ്പുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് പിള്ളേരൊക്കെ തണുപ്പ് ഒത്തിരി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷമൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യാതെ തിരിച്ചു പോരാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തണുപ്പ് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ കുറച്ചും കണ്ടിന്യൂ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. ഒരുപാട് നേരം കാത്ത് കിടന്നിട്ട് ഞങ്ങൾക്ക് ഫൈനലി അങ്ങനെ ഒരു പാർക്കിംഗ് കിട്ടി. പാർക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ മുകളിലേക്ക് കയറ്റി വണ്ടി പാർക്ക് ചെയ്തോളാൻ പറഞ്ഞവർ. കാരണം പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമില്ല, അതുപോലെ ബിസി ആയിരുന്നു. ഇനി നിന്നിട്ട് കുറേ നേരം നിന്നിട്ട് കാര്യമില്ല എന്നും തോന്നിയായിരുന്നു. പിന്നെ തിരിച്ചു പോയിട്ടും കാര്യമില്ല. തിരിച്ചു പോയാൽ അത്രയും ഡിസ്റ്റൻസ് നമുക്ക് പിള്ളേരെയൊക്കെ ആയിട്ട് അത്രയും ഡിസ്റ്റൻസ് ഒന്നും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ എന്തായാലും ഇറങ്ങുവാണെങ്കിൽ ഇവിടെ തന്നെ ഇറങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു. ഫൈനലി പാർക്കിംഗ് കിട്ടി. പിന്നെ ഞങ്ങൾ പാർക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ബിക്കോസ് നമ്മൾ ടയർഡായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളെ കാര്യങ്ങളെല്ലാം പണി പാളിപ്പോയത്. നല്ല ലോ ടെമ്പറേച്ചർ ആയിരുന്നു. ഞങ്ങൾ കംഫർട്ടബിളായിട്ട് സമ്മർ വെയറിലൊക്കെ വന്ന ആളുകളൊക്കെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങേണ്ട അവസ്ഥ വന്നു ഫൈനലി. അതിനുശേഷം ഞങ്ങൾ ലേക്കിനടുത്തേക്ക് പോയി. ലേക്കിനടുത്ത് ചെന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവിടെ. കുറേ ആളുകളൊക്കെ ചിത്രം വരയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് അവരവരുടെ ഫുൾ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ കല്ലെടുത്തിട്ട് നല്ല വെള്ളത്തിന് മുകളിൽ കൂടെ തെന്നിച്ച് വിടുന്ന ഒരു പരിപാടിയിൽ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ. കുറേ ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താറാവുകളൊക്കെ ഒരുപാടുണ്ട് വെള്ളത്തിൽ കൂടെ. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം നമുക്കവിടെ ലേക്കിനടുത്ത് നിൽക്കാൻ പറ്റിയില്ല. ബിക്കോസ് ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയിരുന്നു. നമ്മൾ നല്ല വിൻഡും ഉണ്ടായിരുന്നു. പിന്നെ അധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വല്ല വയ്യാതായാലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്യാതെ തന്നെ തിരിച്ചു പോന്നു. കുറച്ച് നേരം കൂടിയൊക്കെ ഞങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അതിലേക്കൂടെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കറങ്ങി ഒരു ഫുൾ റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ബിക്കോസ് ഇനിയും നല്ലൊരു സൺഷൈൻ കിട്ടുന്ന ഒരു ദിവസം വീണ്ടും ഒന്നും കൂടെ ഗ്ലെൻഡലോഗിന് പോകണം. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവും, ആ ലേക്കിൻ്റെ വ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ അവിടെ ഗ്രീനറിയൊക്കെ കുറവാണ് ആക്ച്വലി ആ ഒരു ഏരിയയിൽ. എനിക്ക് തോന്നുന്നു ഗ്രീനറിയൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. കാരണം സൺഷൈനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഈ ചെറിയ പുല്ലുകളും ചെടികളും എല്ലാം നല്ലപോലെ വളരാൻ തുടങ്ങും. ഇത്രയും ദിവസം ഭയങ്കര തണുപ്പായി കിടന്നുകൊണ്ട് അതൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ഗ്രീനറി ആ മലകളൊക്കെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇനിയും കുറച്ചും കൂടെയൊക്കെ സൺഷൈനൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഗ്ലെൻഡലോഗിന് ഒന്നും കൂടെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗ്ലെൻഡലോഗിൽ ഇനി പോകുമ്പോൾ എനിക്ക് ട്രെക്കിംഗ് ചെയ്ത് പോകാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിന് പറ്റുന്നൊരു സിറ്റുവേഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ ഇത്ര നേരം വീഡിയോസൊക്കെ കണ്ടിരുന്നതിന് നന്ദി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ലൊക്കേഷനിലേക്ക് നമുക്ക് ഇനിയും പോകുന്നതായിരിക്കും. ഇനിയും നല്ല വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണുക, അവേഴ്സ് കൂട്ടി തരിക. താങ്ക് യു വെരി മച്ച്.